ഹായ് ഫ്രണ്ട്സ്, വള്ളിച്ചെരുപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ലണ്ടനിൽ വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ നോമ്പുതുറയ്ക്ക് പോവുകയാണ്. ലണ്ടനിലെ ആദ്യത്തെ സമൂഹ നോമ്പുതുറയാണ്. ആക്ച്വലി ഇത് ലണ്ടനല്ല, ലണ്ടൻ്റെ ഔട്ടർ ലണ്ടനാണേ. ന്യൂബറി എന്ന് പറയും, ന്യൂബറിയിലാണ്. ഞാൻ ലണ്ടൻ എന്നൊരു പഞ്ചിന് പറഞ്ഞാണ്. അപ്പോൾ UK ഞങ്ങളുടെ ആദ്യത്തെ നോമ്പുതുറയിലേക്ക് സ്വാഗതം. First of all, I would like to say Ramadan Mubarak to everyone. So, for everyone's information, Purithan asked me to say what is iftar. Anyone knows like what is iftar? What exactly is iftar? We were just talking about it. So, iftar is the first meal taken after a long day's fasting by Muslims. So we are doing an iftar party here, as I said. So it's at 6
today. Isn't that right, Ishrat? 6:22 tonight. Yeah. So until then, we are not supposed to eat anything. So we will break the fast. That is called iftar. So I think this is the first of a kind in Newbury that we are doing an iftar, for many of us at least. So and over many years we have done so many festivals like Christmas, Onam, and everything. We get together, communities come together. So this is tonight is the first iftar that we are doing here. I'll have to thank Ishaq, Wasim, and Siyad and people like that. So thank you so much, guys. Big applause. And let me. Thank you very much. It's a real delight to be here. I'm not one that's prone to making long speeches, and I see that I've got literally about 2 minutes to fill before we reach the magic time of 6:22. Depends whose watch or clock we're doing. I'm led to believe that a good many of you here have got roots in Kerala. It's a real joy to be here with you. Just about a month ago, Sheila and I were in Kerala ourselves to visit a small school that we support out there and have done over a good many years. So it was just lovely to be there in Kerala again. And then just tonight, I'm just really impressed with the numbers that have gathered and sort of cross-community and cross-faith and to celebrate the breaking of the fast, the iftar. Thank you again for the invitation to come. Actually, I'm quite hungry. Thank you so much for your kind presence here. And Ishaq has asked me to represent KLE here. So it's really nice to see everyone meeting together for an iftar dinner, and it's happening for the first time in Newbury. Lovely to see so many faces, and I should take a moment to appreciate the effort they've taken to make this happen. Thank you so much.
ഇനിയൊരു സമൂഹ നോമ്പുതുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമുക്കറിയാം ഈ റമദാൻ മാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഓണം വിഷു ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ ആഘോഷങ്ങളും പോലെ തന്നെ മലയാളികൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. ഇഫ്താർ ഒരു ആഘോഷമൊന്നുമല്ല, നമ്മൾ നോമ്പ് വ്രതമനുഷ്ഠിച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയത്തുള്ള ഒരു സംഭവമാണ്, അത്രേ ഉള്ളൂ. പക്ഷേ അതൊരു നമ്മുടെ നാട്ടിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നാനാ ജാതിക്കാരും മതക്കാരും ഒക്കെ അതിൻ്റെ ഒത്തൊരുമയായിട്ട് അല്ലെങ്കിൽ ഒത്തുകൂടാനായിട്ടുമുള്ള ഒരു അവസരമായിട്ട് നമുക്ക് കാലാകാലങ്ങളുമായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രവാസിയായിട്ട് ഇപ്പോൾ 14 വർഷത്തോളം ആയതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്ത് ഇത്തരം കൂടിച്ചേരലുകളുടെ ഒരു ഊഷ്മളത, അതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടെ വന്ന് എൻ്റെ 3ാമത്തെ നോമ്പാണ്, അപ്പം വ്രതമാണ്. അപ്പം ഇപ്പോഴാണ് ഇതിങ്ങനെ ഒരു പരിപാടി നടത്താനുള്ള ഒരു ധൈര്യം കിട്ടിയത്. വളരെ ചെറിയൊരു പരിപാടിയാണെന്ന് പറയാം. സൗദി അറേബ്യയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 500-600 പേരുള്ള വലിയൊരു പരിപാടിയൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയൊരു സ്ഥലമാണ്. ന്യൂബറി എന്ന് പറയുന്നത് UK തന്നെ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. വളരെ ചെറിയൊരു സ്ഥലമാണ്, വളരെ ക്വൈറ്റ് പ്ലേസ് ആണ്. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരും അതുപോലെ വലിയ നല്ല മനോഹരമായിട്ടുള്ള സ്വഭാവത്തിന് ഉടമകളാണ്. മലയാളി കമ്മ്യൂണിറ്റി തന്നെ വളരെ സ്ട്രെങ്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും കമ്മ്യൂണിറ്റി ഇത്രയും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഒരു നോമ്പുതുറ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അതെൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കാണുന്നു, അത്രേ ഉള്ളൂ. അതിൽ ഞാൻ മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കൾ 4-5 പേരുണ്ട്. അവരെല്ലാവരും ഒരേപോലെ നിന്നുകൊണ്ട് ഞാൻ അതിന് മുൻകൈ എടുത്തു എന്ന് മാത്രം. പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ നാട് തന്നെയാണ്, നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മുടെ നാട് തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ നാട് തന്നെയാണ് ഇതിൻ്റെ പ്രചോദനം. നത്തിങ് എൽസ്. കാരണം ഇത്രയും നാനാ മതക്കാരും ജാതിക്കാരും ഭാഷക്കാരും ദേശക്കാരും ഒക്കെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന നമ്മുടെ നാട് തന്നെയാണ് പ്രചോദനം. സിമ്പിൾ. ആ നാടിന്റെ ഒരു മിനിയേച്ചർ കുറച്ച് നേരത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ പറയുന്നത് മനു, എന്താ പറയുന്നത്? അതെ അതെ അതെ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എൻ്റെ ലണ്ടനിലെ UK വന്നിട്ട് ആദ്യത്തെ നോമ്പുതുറയാണ്. ഞാൻ ഗൾഫിലുള്ളപ്പോൾ ഇതുപോലെ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ചെയ്യുമായിരുന്നു. ഇവിടെ ഇത്രയും പേരെ എങ്ങനെയാണ് സംഘടിപ്പിച്ചത്? കാരണം കാഴ്ചയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. എങ്ങനെ സംഘടിപ്പിച്ചത് പ്രധാനമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് അത്യാവശ്യം വലുതാണ്. പിന്നെ ഇവിടെ NMC എന്ന് പറയുന്നത് ന്യൂബറി മലയാളി കൾച്ചറൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഞാൻ വന്നത് മുതൽ വളരെയധികം നന്നായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഈ പുതുതായിട്ട് വന്ന മലയാളികൾക്ക് എല്ലാവിധ സഹായവും പല രീതിയിൽ ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഘടനയാണ് NMC എന്ന് പറയുന്നത്, ന്യൂബറി മലയാളി കൾച്ചറൽ അസോസിയേഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരാണ് നമ്മുടെ ഈ ഒരു ഒത്തുചേരലിന് ഏറ്റവും കൂടുതൽ
സഹായിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയാൻ രാകേഷ്, റോഷിൻ, വരുൺ, അതേപോലെ കുര്യൻ, ശാലിനി, അങ്ങനെ ഒരുപാട് പേര് വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്, പേര് പറഞ്ഞു എന്ന് മാത്രം. ജിജി ചേട്ടൻ, അതേപോലെ മനു, നിങ്ങളും ഒക്കെ എല്ലാവരും നിന്നു മാത്രമേ ഉള്ളൂ. ഇതാണ് ഇത്രയും നല്ല രീതിയിൽ നടത്താൻ പറ്റിയത് പ്രധാനമായി NMC എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു പിൻബലം ഉള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ ഈ മേയറിലോട്ടുള്ള ഒരു കോൺടാക്ട് എങ്ങനെയായിരുന്നു? മേയറും പിന്നെ ന്യൂബറി കൗൺസിലറും ഉണ്ടായിരുന്നു തോന്നുന്നു. കൗൺസിലർ വരാമെന്ന് പറഞ്ഞു, പക്ഷേ അദ്ദേഹം വരാൻ പറ്റിയില്ല. മേയർ വന്നു. മേയർ ഇത് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒത്തിരി പ്രോട്ടോക്കോളുള്ള ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും. ഈ പ്രോട്ടോക്കോളിൻ്റെ ഒരു രാജാക്കന്മാരാണ് ഇവർ. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മളൊരു കാര്യം നമ്മൾ ജെനുവിനാണ്, നമ്മുടെ ഉദ്ദേശശുദ്ധിയെ അവർ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഫസ്റ്റ് ലാസ്റ്റ് അവർ വളരെയധികം നല്ല രീതിയിൽ നിന്ന് സഹകരിക്കുകയും ചെയ്യും. ഞാനൊരു മെയിൽ മാത്രമാണ് അവർക്ക് അയച്ചത്, എൻ്റെ ഉദ്ദേശം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അവർ ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ ഏത് സംഘടനയാണ്, ആരാണ് ഇത് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെയിൽ എനിക്ക് തിരിച്ചയച്ചു. അപ്പോൾ ഞാൻ അതിന് എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. എന്താണ് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എന്ത് മെസ്സേജാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാനെന്ന് പറയുന്നത് എൻ്റെ ടീംസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയപ്പോൾ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അവർ നേരത്തെ പറഞ്ഞ സമയത്ത് കൃത്യം വന്നു, വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ പങ്കെടുത്തു, നമ്മളെക്കുറിച്ച് വളരെയധികം നല്ല രീതിയിൽ സംസാരിച്ചു. ഈ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ മലയാളികൾ നൽകുന്ന സംഭാവനയെക്കുറിച്ച് അവർ സംസാരിച്ചു. അത് അവരും ഹാപ്പിയാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു വിദേശ പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ സംസ്കാരവുമായിട്ട് ഇടപഴകി അവിടെ സംസ്കാരത്തിൽ ഒരു കോട്ടവും തട്ടാതെ എന്നാൽ നമ്മുടേതായ നല്ല കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്നുള്ളതിൽ ഐ എം ഹാപ്പി. റമദാൻ കരീം, പെരുന്നാൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അഡ്വാൻസ് ഈദ് മുബാറക് ടു ഓൾ. താങ്ക് യു. ന്യൂബറിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രം കുറിച്ച ഒരു ദിവസമാണെന്ന്. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കൊരു ഇഫ്താർ വിരുന്ന് ഇവിടെ സംഘടിപ്പിക്കണം എന്നുള്ളത്. ഈ ഒരു പ്രാവശ്യം അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രയത്നഫലമായിട്ടാണ് അത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സുഹൃത്തുക്കൾ അടങ്ങിയ ഒരു ചെറിയ ഗ്രാമത്തിൽ എല്ലാവരും ഒത്തുചേരുക, ജാതിമതഭേദമന്യേ എല്ലാവരും ഒത്തുചേരുക, അതിനു വേണ്ടിയിട്ട് ഒന്നായിട്ട് പ്രവർത്തിക്കുക. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് നമുക്ക് ആദ്യമായിട്ടൊരു ഇഫ്താർ ന്യൂബറിയിൽ സംഘടിപ്പിക്കാൻ പറ്റിയത്. അപ്പം എല്ലാവരും പങ്കെടുത്ത എല്ലാവരും തന്നെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതിൻ്റെ ആ ഒരു ഹൃദയഹാരിതയും ആളുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധവും ആ സുഹൃത്ത് ബന്ധം ഊട്ടി ഉറപ്പിക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു എന്താ പറയുക ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെയുള്ള പാട്ടുകാരുണ്ടായിരുന്നു, അവരെല്ലാം നല്ല കുറച്ച് പാട്ടുകളൊക്കെ പാടി. അപ്പം എല്ലാവർക്കും ഇതേപോലെയുള്ള കുറേ പരിപാടികൾ ന്യൂബറിയിൽ ഇനിയും വരണം. ഇതേപോലെ എല്ലാവരും മുന്നോട്ട് വന്ന് സംഘടിപ്പിക്കണം. ഇഷ്ടംപോലെ സംഘാടകരുണ്ട് നമ്മുടെ ഇടയിൽ, നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ആൾക്കാർ. സംഘാടകർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വഴിമാറി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പം സംഘടിപ്പിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കെല്ലാം നമ്മൾ ബാക്ക് ചെയ്യുന്ന നല്ല സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ്. Today we enjoyed a lot thanks to Irshad family and Manu Bhaiya, and kids, they enjoyed a lot. The food was awesome. I love the food and I had food till tomorrow, so I ate a lot. Program was awesome. We met with mayor and councillor, community councillor, और बहुत अच्छा लगा. फर्स्ट टाइम मैं इतना ज़्यादा बड़े वाले गैदरिंग में आई थी और इट वाज ऑसम, ब्रिलियंट. വളരെ നല്ല പരിപാടിയായിരുന്നു. ഇർഷാദും കൂട്ടുകാരും കൂടി ഏർപ്പെടുത്തിയ ഒരു ന്യൂബറിയിൽ തന്നെ ഒരു ആദ്യത്തെ ഒരു നോമ്പുതുറ പരിപാടി എന്ന് പറയാം. വളരെ നന്നായി ഏർപ്പെടുത്തി, എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഒരു നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. സോ ഇർഷാദ് ആൻഡ് ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് നോമ്പ് തുറക്കുന്നതെന്നും അതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതും അതിൽ പങ്കെടുക്കാനും സാധിക്കുന്നതും. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നോമ്പ് തുറക്കുന്നത് വളരെ ഒരു സന്തോഷകരമായ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പ്രാവശ്യത്തെ ന്യൂബറിയിൽ ഉണ്ടായിരുന്ന ഇഫ്താർ വിരുന്ന് വളരെ വളരെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ആക്ച്വലി നമുക്ക് കിട്ടിയത്. ഇതുവരെ ന്യൂബറിയിൽ ഇതുപോലെ ഒരു ഈവൻറ്റ് നമുക്ക് പങ്കെടുത്തിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കൂട്ടായ്മയും എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റിയതും അതിൻ്റെ ആ ഒരു നല്ല മെസ്സേജും അത് ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഇഫ്താർ ആശംസകൾ നേരുന്നു. താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ നീണ്ട 19 വർഷമായിട്ട് സൗദി അറേബ്യയിലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നോമ്പൊക്കെ തുറന്നു. പിന്നെ ഇപ്പം ഇങ്ങനെ നോമ്പ് തുറക്കാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ട്. നല്ല അനുഭവമായിരുന്നു. വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ന്യൂബറിയെ സംബന്ധിച്ച് ഇതൊരു ഫസ്റ്റ് അനുഭവം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
ഞാൻ 10-16 വർഷം സൗദിയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവരുടെ ഇഫ്താറും ഈ ഒരു മുസ്ലിങ്ങളുടെ പെരുന്നാളും കാലവും ഇതെല്ലാം ശരിക്കും ആസ്വദിച്ചൊരു ലൈഫായിരുന്നു. ഇപ്പോൾ ഈ വന്ന 2 വർഷക്കാലം ഇതൊന്നും ഇവിടെ അങ്ങനെ കൂടാൻ സാധിച്ചില്ല. പക്ഷേ ഈ ഒരു 2025 വളരെ അതിമനോഹരമായ ഒരു ഇഫ്താർ വിരുന്നിൽ കൂടാനും മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ എല്ലാവരുമായിട്ടുള്ള ഒരു നല്ലൊരു കൂട്ടായ്മയിൽ ഒത്തുകൂടാൻ വളരെ അതിമനോഹരമായ ഒരു ഇഫ്താർ വിരുന്നാണ് ഇന്ന് എൻ്റെ കുടുംബം ഉൾപ്പെടെ എല്ലാവരും ഒത്തുകൂടാൻ സാധിച്ചു. വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു.